ഹായ് എല്ലാവർക്കും. നമ്മളിന്ന് ഒരു എൻട്രി മെത്തേഡ്, സിമ്പിൾ ആയിട്ടുള്ള എൻട്രി മെത്തേഡ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു മെത്തേഡിന്റെ പേര് OTE മെത്തേഡ് അഥവാ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി മെത്തേഡ് എന്നാണ്. നമുക്ക് ഇവിടെ കാണാം പ്രൈസ് ഈ ഒരു ഏരിയയിലെത്തിയപ്പോൾ ഇവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം അബ്സോർബ് ചെയ്ത് പ്രൈസ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ പ്രൈസും തന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഈ ഒരു ലോയും ഈ ഒരു ഹൈയും നമ്മൾ മെഷർ ചെയ്യാൻ പോവാണ്. ഫിബൊനാച്ചി ടൂൾ വെച്ച് മെഷർ ചെയ്യാൻ പോവാണ്. നമ്മൾ മെഷർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയയാണ് നമ്മൾ OTE സോൺ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ OTE സോൺ. ഓക്കെ, ഇനി നമ്മൾ പ്രൈസ് ഈ ഒരു OTE സോണിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമുക്ക് കാണാം പ്രൈസ് ഈ ഒരു OTE സോണിൽ എത്തി. നമ്മൾ ഈ OTE സോണിൽ എത്തിയ ഉടനെ തന്നെ നമ്മൾ എൻട്രി എടുക്കുന്നില്ല. നമ്മൾ ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് പോയി ഇനി നമ്മൾ ഇവിടെ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു സ്ട്രക്ചർ ബ്രേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമുക്കിവിടെ ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ആയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു ലോയും ഈ ഒരു ഹൈയും വീണ്ടും നമ്മൾ ഫിബൊനാച്ചി ടൂൾ വെച്ച് മെഷർ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു OTE സോൺ കിട്ടും. ഇതാണ് നമ്മുടെ ചെറിയ OTE സോൺ, ചെറിയ ടൈം ഫ്രെയിമിലെ OTE സോൺ. ഇനി നമ്മൾ പ്രൈസ് ഈ ഒരു നമ്മുടെ ചെറിയ OTE സോണിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ ഒരു OTE സോണിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു എൻട്രി എടുക്കും. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 5 മിനിറ്റിന്റെ ലോയും ടാർഗറ്റ് വന്നിട്ട് നമ്മളെ 1 അവറിന്റെ ഹൈയും. നമ്മൾ ഈ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് വരുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാക്സിമം ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാണാം പ്രൈസ് നമ്മളുടെ OTE സോണിൽ വന്ന് ടാപ്പ് ചെയ്യുന്നു, സ്ട്രൈറ്റ് നമ്മളുടെ ടാർഗറ്റിലോട്ട് പോകണം. സോ ഇതാണ് നമ്മുടെ ഫിബൊനാച്ചിയുടെ സെറ്റിംഗ്സ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും തവണ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.